ഒരാഴ്ചയായിട്ട് നല്ലൊരു സംഭവം ഞാനിങ്ങനെ മയക്കി കൊണ്ട് നിൽക്കണം കേട്ടോ. എന്ന് വെച്ചാൽ ഓട്ടം ചൂടാണ് കേട്ടോ. സാധാരണ പണ്ടൊക്കെ ഇതിൽ പത്തിരി ആയിരുന്നു, പത്തിരി ഉണ്ടല്ലോ, നമ്മൾ ഐസ് പത്തിരിയൊക്കെ ആണ് ചുട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾ പത്തിരിയൊക്കെ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിലൊരു 4-4 ഒരുമിച്ച് കൊണ്ട് ചട്ടിയിലൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇത് വാങ്ങാറുള്ളത് ഞങ്ങൾ ഓട്ടട ചൂടാനാണ് കേട്ടോ. ചട്ടിയിൽ ഉണ്ടാക്കുന്ന ഓട്ടട ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ എല്ലാവരും ഇഷ്ടമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഓട്ടട. പക്ഷേ ഞാൻ ചട്ടി വാങ്ങിയാൽ എൻ്റെ പ്രശ്നമാണോ അതോ ചട്ടിയുടെ പ്രശ്നമാണോ എന്നറിയില്ല. ഏകദേശം ഒരു 6 മാസമൊക്കെ അതിന് ആയുസ് ഉണ്ടാവാറുള്ളൂ. ഈ മയക്കിടതിലുള്ള ഒരു പ്രശ്നമാണെന്ന് അറിയില്ല. എന്തായാലും ഇതിന് ഞാൻ നല്ലോണം ഒരാഴ്ചയായിട്ട് മയക്കൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ വീഡിയോയൊക്കെ ഞാൻ ഇടാറുണ്ട്. നല്ല ചായ തിളപ്പിച്ചിട്ടും കഞ്ഞിവെള്ളം തിളപ്പിച്ചിട്ടും പിന്നെ എണ്ണ തേച്ചിട്ടും ഒക്കെ ഞാൻ ഇതിനെ ഒരുവിധം മയക്കി എടുത്തിട്ടുണ്ട്. എന്തായാലും ഞാൻ ആദ്യമായിട്ടും ചുട്ട് നോക്കുകയാണ്. കിട്ടുമോ എന്താണെന്ന് അറിയില്ല, നന്നാവോ അതോ ഫ്ലോപ്പ് ആവോ എന്നറിയില്ല. നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് അരിപ്പൊടി കൊണ്ടാണ് ഓട്ടട ചുട്ടിട്ടുള്ളത്. നമ്മൾ നോർമൽ പത്തിരിയൊക്കെ ചുടുന്ന ആ ഒരു അരിപ്പൊടി കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നന്നാവോ കേടുവരുമോ എന്നുള്ള ഒരു സംശയം ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇച്ചിരി തേങ്ങയും ഇച്ചിരി ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് നോർമൽ വാട്ടറിൽ ഞാൻ ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. പക്ഷേ അരക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒരു 2-3 സ്പൂൺ വെള്ളം കൂടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് അടിച്ചൊരു 2 മിനിറ്റോളം അടിച്ചിട്ട് ഞാനിതാ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു. പിന്നെയൊക്കെ നമ്മൾ വെള്ളം ആ പാകത്തിനാക്കണതൊക്കെ ഞാൻ ഫ്ലാസ്കിൽ നിന്ന് നല്ല ഇപ്പോൾ തിളപ്പിച്ച് വെച്ച വെള്ളമാണ് കേട്ടോ. നല്ല ചുടുവെള്ളമാണ്. ഇച്ചിരി ഒഴിച്ച് നമ്മുടെ പരുവത്തിലോട്ട് ഈ ഒരു മാവ് ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചട്ടി വെക്കാം. ഇനി എങ്ങനെ നന്നാവും എന്നുള്ളത് നോക്കാം. എന്നാൽ നന്നായിട്ട് ചട്ടി ചൂടായി വന്നപ്പോൾ ഞാൻ ഒരു കയ്യിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി വലിപ്പമുള്ള ഓട്ടടയാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1.5 കപ്പൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ ആ ഒരു ഓട്ടോട്ട ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ വന്നതിന് ശേഷമാണ് ഞാൻ അടച്ച് വെച്ച് ജസ്റ്റ് തീ കുറച്ച് വെച്ചു. എന്നിട്ട് ഒരു 2-3 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടതാ നല്ല അടിപൊളിയായിട്ട് തന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടി ഒരു വലിപ്പം കിടങ്ങി നമുക്ക് കുറച്ചും കൂടി കൂടുതൽ മാവ് ഒഴിച്ച് ചുട്ടെടുക്കാം. അപ്പോൾ ഏതായാലും ഇത് അടിപൊളിയായി നല്ല മീൻകറി കൂട്ടിയാണ് ഞങ്ങളിന്ന് കഴിച്ചത്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ്.